ഇന്നത്തെ യാത്ര വേറെ എങ്ങോട്ടുമല്ല കേട്ടോ. ഒരു കല്യാണം ഉണ്ടായിരുന്നു നമ്മളെ കൂടെ സ്കൂൾ വർക്ക് ചെയ്തിരുന്ന മാഷിൻ്റെ മോളെ കല്യാണം കേട്ടോ. അപ്പം കല്യാണം നടക്കുന്നത് എടവണ്ണപ്പാറ പാർക്കോൺ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ഈശ്വരനോട് പറഞ്ഞിട്ടുണ്ട്. വേറെ എങ്ങോട്ടില്ല, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കല്യാണത്തിനെത്തി എല്ലാവരും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച്, ഫുഡിനെ പറ്റി പറയേണ്ട നല്ല അടിപൊളി ഫുഡ് ചെയ്യുന്നു കേട്ടോ. വേഗം ഞാൻ പോകാൻ പറഞ്ഞതാ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇതാ വീടിൻ്റെ അവിടെ എത്താനായപ്പോൾ അങ്ങാടിയിൽ അച്ഛൻ്റെ ഒരു ഫ്ലെക്സ് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുക. ഈ വഴികളിലൂടെയാണ് ഞാൻ കൂട്ടുകാരെ ഞാനിങ്ങനെ നടന്ന് സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ പോയിന്ന് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ വീട്ടിലെത്തി ഒരു അരമണിക്കൂർ കേട്ടോ. ചെറുപ്പേന്ന് പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് ഒരു അരമണിക്കൂർ 19 കിലോമീറ്റർ എങ്ങാനുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിട്ടോ. അനിഷേട്ടനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അനിഷേട്ടൻ എന്നെ ചൂടെടുപ്പിക്കാൻ പറയും. ഇപ്പോൾ പോകണ്ട, കഴിഞ്ഞ ആഴ്ചയല്ലേ പോയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞാൽ ഒരു കുറച്ച് കഴിയുമ്പോഴേക്ക് പറയും വാ മാറ്റിയൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പറയുമ്പോൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരാളാണ് എൻ്റെ അനിഷേട്ടൻ. അപ്പം അനിഷേട്ടൻ പെട്ടെന്ന് തന്നെ ചോറിനാണ് കേട്ടോ. അമ്മ ചോറൊക്കെ എടുത്ത് വെച്ചപ്പോൾ തിരി തിന്നിട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ഞാൻ രസം എന്താ വെച്ചാൽ ഞാനിട്ട് ചെന്ന ചുരിദാറിൻ്റെ അതേ കളർ ചുരിദാർ പൊന്നുനുണ്ട് കേട്ടോ. അപ്പോൾ പൊന്നു പറഞ്ഞു, പൊന്നു ഞാനും കൂടി വിചാരിച്ചു അതിട്ടിട്ട് ഒരേപോലെ അല്ലേ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതിട്ടിട്ട് കുറച്ച് റീൽസും പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഈ കാണുന്ന ആളാണ് കേട്ടോ എൻ്റെ അനിയൻ. ഓനെ കൂടുതൽ ഫോട്ടോസിലും വീഡിയോസിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഓൻ നിന്ന് തരില്ല. പിന്നെ ഓൻ കാണാതെ എടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ കുറേ പോസ്റ്റ് ചെയ്യലൊക്കെ കേട്ടോ. അപ്പോൾ നിത്തൂട്ട് എന്താ മുറ്റത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട്. പിന്നെ അനീഷൻ്റെ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു രണ്ടെല്ലാം കൂടി കളിക്കാനുള്ള പുറപ്പാടിലാണ് നിത്തും അനിയനും കൂടി. അപ്പോൾ എന്തോ ഇട്ടിട്ട് കളിക്കണം, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഓനെന്തോ പീടിയെ പോവാണ് പറഞ്ഞപ്പോൾ അവനോ അമ്മ ചായക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്യാമറ ഓൺ ആക്കിയിട്ട് മെല്ലെ പോന്നിട്ടോ, ഒരൊന്നറിയാതെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് പോന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഓനോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ നിന്നൊരു ഒറ്റ ഫോട്ടോയ്ക്ക് നിന്നേരെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഫോട്ടോ എടുക്കാൻ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും പോയിനും കൂടി കിട്ടിയ പാസിന് രണ്ട് സൈഡിലും കൂടി പോയി നിന്ന് ഫോട്ടോ ആണ് വിചാരിച്ചിട്ടാണ് ഗൈസ് ഈ നിൽക്കുന്നത്. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ഇതാ ഇങ്ങനൊരു ഫോട്ടോ വളരെ അപൂർവമാണ് കേട്ടോ. ഓൻ അങ്ങനെ ഫോട്ടോയ്ക്ക് നിന്ന് തരാത്തതുകൊണ്ട് ഫോട്ടോസൊക്കെ കുറവാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കും. ഈ സമയത്ത് അനീഷേട്ടൻ എവിടെയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഭാര്യ വീട്ടിൽ പരമസുഖം സുഹൃത്തുക്കളെ വന്നു ഭക്ഷണം കഴിച്ചു നല്ല ഉറക്കത്തിലാണ് അനീഷേട്ടൻ. അപ്പോൾ അതൊരു സെൽഫി സ്റ്റിക്ക് വാങ്ങിയതുകൊണ്ട് ഓൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്, ഇങ്ങനെ വീഡിയോ എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഗാലറി നോക്കിയപ്പോൾ ഈ വീഡിയോസൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പോൾ ഓൻ നോക്കിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഇതിൽ ആഡ് ചെയ്യാന്ന്. അപ്പോൾ പിന്നെ നല്ല രസത്തിലെടുത്തു വീഡിയോ. അപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അത്തേക്ക് പോയിട്ടോ. അപ്പം കർട്ടൻ്റെ എന്തോ സംഭവം ശരിയാക്കുകയാണ് അവർ. അപ്പോൾ പൊന്നു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി ഓളെ മടിയിൽ കയറി കിടക്കാം. അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂർ കണ്ണ് മാളി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഉറങ്ങിട്ടോ. ഞങ്ങളിവിടെ കണ്ണ് കളി കയറി. പിന്നെ പോവാനായി അനിഷേട്ടൻ പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് പോകണം. നമ്മൾ പറയുമ്പോൾ കൊണ്ടുവരുന്നോട് ഒരു പറയുന്ന സമയത്ത് നമ്മൾ പോകും വേണ്ടോ. അപ്പോൾ പോരാൻ നേരം അമ്മ നിത്തുവിന് ചോറ് എടുക്കണം. അപ്പോൾ എനിക്കും രണ്ടേറ്റ് വാരി തന്ന് ഞാനും അത് തിന്ന്. പിന്നെ അമ്മയുടെ കട്ടൻ ചായയാണ് സ്പെഷ്യൽ ഇട്ടോ. ചോറിൻ്റെ കൂടെ കട്ടൻ ചായ, ചായൻ്റെ കൂടെ കട്ടൻ ചായ, വൈകുന്നേരം കട്ടൻ ചായ, രാത്രി കട്ടൻ ചായ, ഇങ്ങനെ ഫുൾ കട്ടൻ ചായൻ്റെ ഒരാളാണ് അമ്മ. അപ്പോൾ ഞങ്ങൾ പോരുകയാണ് കേട്ടോ. വൈകുന്നേരം ഒരു 4:30 ആകുമ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. ഇനി വേറെ അങ്ങോട്ടില്ല, പെട്ടെന്ന് തന്നെ വീടെത്തണം. അപ്പോൾ പോകാൻ നേരം അമ്മയ്ക്ക് റൂം എടുത്തിട്ട് പോവാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് നിങ്ങളെ കാണിക്കുന്നത്, നിങ്ങൾ കാണൂ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊക്കെ അറിയൂ. അപ്പോൾ പോരുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഊർക്കടവിൽ ഇതാ നല്ല രസമുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, മീൻ പിടിക്കുന്നുണ്ട്, വല ഇടുന്നുണ്ട്, പിന്നെ കുറേ മീൻ വിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ മീൻ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ പിന്നെ ഈശ്വരൻ പറഞ്ഞു പിന്നെ അത് നല്ല മുള്ളുള്ള മീനാണ്, കാമ്പ് കുറേ ഉണ്ട് പറഞ്ഞിട്ട് അല്ല, നല്ല മുള്ളാണ്, അപ്പോൾ മുത്തിന് ഒന്നും കൊടുക്കാൻ പറ്റൂല പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് വാങ്ങാനിട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരം ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് വെള്ളത്തിലേക്കൊക്കെ നോക്കി നിന്നതിന് ശേഷം വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് സത്യത്തിൽ. ഞാൻ നിത്തുവിനൊരു കൈ കൊണ്ട് പിടിച്ചിട്ടല്ലാതെ ഇവിടെ നിൽക്കില്ല, കാരണം എനിക്ക് നല്ല പേടിയാണ്. എങ്ങാനും തെറ്റിയാൽ എന്നുള്ളൊരു പേടിയാട്ടോ. എനിക്ക് ഉയരം എപ്പോഴും പേടിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.